Hello friends, welcome to English classroom. Dears, we had discussed the anecdote, the best investment I ever made. നമ്മൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് വളരെ രസകരമായ, വളരെ പ്രചോദനം നൽകുന്ന, വളരെ ടച്ചിങ് ആയ ഒരു സ്റ്റോറിയാണ്. നമുക്കറിയാം ദാറ്റ് ഈസ് വെരി ടച്ചിങ്. അപ്പോൾ ആ ഒരു കവിതന്റെ ഒരു കഥന്റെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്, കവിതയാണെങ്കിലും പിന്നെ കഥയാണെങ്കിലും ഒക്കെ അതിന്റെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അതിൽ ഉൾക്കൊള്ളിക്കുന്ന ആക്ടിവിറ്റികളാണ് ലെറ്റ് us റീവിസിറ്റ് എന്ന് പറയുന്ന ഭാഗം. നമുക്കറിയാം. അപ്പോൾ അത് സാധാരണഗതിയിൽ കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ ആ പാഠം എടുക്കുന്ന പാസേജിന്റെ കൂടെ നമ്മൾ ചെയ്തു പോവുക ചെയ്യാം. ഇതിൽ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഇതിൽ തോന്നി കൂടുതൽ ആക്ടിവിറ്റികളും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. കാര്യം പൂർണ്ണമായിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ തലത്തിനാണ് പലതുള്ളത്. അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഈസ്, മക്കൾ ചെയ്യേണ്ടത് യു ഹാവ് ടു ഡു ദോസ് ആക്ടിവിറ്റീസ് ഫസ്റ്റ്. നമ്മളത് ചെയ്യണം ആദ്യം. ദെൻ യു ഹാവ് ടു വാച്ച് ഇറ്റ്, റൈറ്റ്? ഓക്കെ ഡിയേഴ്സ്, നൗ ലെറ്റ് us move on to the activities. I think you had better take a note and a test book with you. അത് രണ്ടും കയ്യിലുണ്ടായാൽ നല്ലതാണ് ചെയ്യുമ്പോൾ. ഓക്കെ, shall we move on? Right, we have discussed that one. Now let us move on to the textual activities. Yes, the first activity, how does the writer contrast the past and the present lives of Mr. John? I think you got the question. How does the writer, that is as acronym, contrast the past and the present lives of Mr. John? You know, Mr. John's present and past lives are just opposite. They are opposite. One is opposed to other. നമുക്കറിയാം. Earlier he was a youth who wanted to enjoy all the pleasures, but later he became a great social worker. നമുക്കറിയാം. അപ്പം ആ രണ്ട് കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലത്തുള്ളതും ഇപ്പോഴുള്ളതുമായ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒന്ന് എന്ത് ചെയ്യാനാണ്, കമ്പയർ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ആ വ്യത്യാസം എഴുതാനാണ്. അതെങ്ങനെയാണ് റൈറ്റർ കാണിച്ചിട്ടുള്ളത്, ആ വ്യത്യാസം കാണിച്ചിട്ടുള്ള, വൈരുദ്ധ്യം കാണിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ എഴുതാവേണ്ടത്, കണ്ടെത്താവേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടതിന്? പിക്ക് ഔട്ട് അപ്രോപ്രിയേറ്റ് സെന്റൻസസ് ഓർ എക്സ്പ്രഷൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇപ്പം അതേ ചെയ്യേണ്ടതുള്ളൂ. We have to pick out appropriate sentences and expressions from the story and complete the following table. There are some sentences and expressions that show the present life and some others that show the past life. You have to find them and put them in the right columns. Right, yes? Let us do it. This is the table. You can see two columns here. One is past and the other is present. ഒന്ന് പാസ്റ്റ് ആണ്, രണ്ട് പ്രസന്റ് ആണ്. One example is given for each. രണ്ടിനും ഓരോ ഉദാഹരണങ്ങളുണ്ട്. The young man had fallen victim to loose society of the streets. നമുക്കറിയാം അത് പാസ്റ്റിൽ ഉണ്ടായ ഒരു സംഗതിയാണ്. അദ്ദേഹം വളരെ മോശം ആളുകളുമായിട്ട്, സമൂഹത്തിലെ വളരെ മോശം, ധാർമ്മികമായിട്ട് അധപതിച്ച ആളുകളുമായിട്ട് എന്ത് ചെയ്തു, അടുപ്പം കൂടുകയും അതിന് അദ്ദേഹം ഇരയാവുകയും ചെയ്തു എന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഹീസ് ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി ദ മെത്തഡ്സ് employed in dealing with case of backward, maladjusted and delinquent youth. നമുക്കറിയാം ഇപ്പൊ അദ്ദേഹം പിന്നോക്കക്കാരായ, വൈകാരിക പ്രശ്നങ്ങളുള്ള, കുറ്റവാസനയുള്ള യുവാക്കളുടെ, അതായത് കുട്ടികൾ, ആൺകുട്ടി പെൺകുട്ടി യുവാക്കളുടെ കേസ് എങ്ങനെയാണ് ഡീല് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ആ രീതിയൊക്കെ പഠിക്കുന്നതിന് താല്പര്യം കാണിക്കുന്ന അവസ്ഥകൾ. നേരെ വല്ലാത്ത മാറ്റമാണ്. റെഡിയല്ലേ? ഇത്തരം സമൂഹത്തിലെ ഇത്തരം ആളുകളെ കൂടെയായിരുന്നത്
ഇവിടെ എന്താ, അത്തരം ആളുകളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നാണ് ഇവിടെ അദ്ദേഹം ശ്രമിക്കുന്നത്, അദ്ദേഹം നോക്കുന്നത്. റെഡി അല്ലേ? രണ്ടും കോൺട്രാസ്റ്റ് ആണ്. ഇതുപോലെ ബാക്കി നിങ്ങൾ കണ്ടെത്തി ചെയ്യാറുണ്ട്. ഒരുപാട് ഉത്തരങ്ങളാവട്ടെ, ഒരുപാട് ഉത്തരങ്ങൾ പല രീതിയിൽ അത് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആ പാഠഭാഗം വായിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പാസ്റ്റ് ലൈഫിനെ സൂചിപ്പിക്കുന്ന 1, 2, 3 ഒരു 3 ഏതും കൂടി ചെയ്യാം സെന്റൻസുകളോട് ഇവിടെ എഴുതുക. അതേപോലെ തന്നെ പ്രസന്റ് ലൈഫ് സൂചിപ്പിക്കുന്ന ഒരു 3 സെന്റൻസ് ഇവിടെ എഴുതുക. ക്ലിയർ ആണല്ലോ? ചെയ്തു നോക്കാലോ. പോസ് ചെയ്തതിന് ശേഷം മാത്രം സാമ്പിൾ കാണാം. നോക്കണേ. ഹി ബിഗാൻ ടു ബെറ്റ് ഓൺ ഹോഴ്സസ്. ലൂസ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുമായിട്ട്, സമൂഹത്തിലെ സ്ട്രീറ്റിലെ മോശ ആളുകളുമായിട്ട് കൂടിയതിനു ശേഷം അദ്ദേഹം ചെയ്ത ഒരു കാര്യതാണ് ഹി ബിഗാൻ ടു ബെറ്റ് ഓൺ ഹോഴ്സസ്. നിങ്ങൾക്കറിയാത്. ഇപ്പൊ എന്താ ചെയ്യുന്നത്, പാഠത്തിൽ ഇൻസ്പെക്ട് ചെയ്യുന്നതാണ് പ്രസന്റ് രൂപത്തിലാക്കാൻ അങ്ങനെ ചെയ്ത് നമുക്കറിയാലോ. ഇൻസ്പെക്ട് ദ സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ഫോർ യങ് പീപ്പിൾ. ഇവിടെ വിനോദം കണ്ടെത്തിയിരുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. നമുക്കറിയാം, ഇതിന് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. അതായത് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള സമ്മർ ക്യാമ്പുകൾ, വിനോദ കേന്ദ്രങ്ങൾ, വിനോദ ക്യാമ്പുകൾ പരിശോധിക്കുക ചെയ്യും. നമുക്കറിയാം. നെക്സ്റ്റ്, ഹി ലോസ്റ്റ് ഓൾ ഹിസ് സേവിങ്സ്. എല്ലാ സമ്പാദ്യം നഷ്ടപ്പെട്ടു. നമുക്കറിയാം. He had taken some money or a sum of money, right? SUM ആവേണ്ടത് കേട്ടോ. From his office safe. ഓഫീസ് സേഫ് എന്ത് ചെയ്തു, കുറച്ച് പൈസ എടുത്തു, അറിയാലോ. നെക്സ്റ്റ്, he had shut himself in his room and turned on gas. റൂമിൽ കയറി വാതിൽ അടച്ചിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഗ്യാസ് ടേൺ ഓൺ ചെയ്തു. റെഡി അല്ലേ? ഇപ്പുറത്തുള്ള നോക്കിയോ നിങ്ങൾ. റെഡി അല്ലേ? നോക്കണേ. ഇവിടെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിസിറ്റ് സെറ്റിൽമെന്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക്. They have been active. Present പറയണം. They have been active in the field of youth welfare. Works as director of a charitable organization. ക്ലിയർ ആണോ മക്കളെ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയാം, ഈ പാസ്റ്റിലെ കാര്യങ്ങളും പ്രസന്റിലെ കാര്യങ്ങളും ചേർത്തിട്ട് ഒരു റൈറ്റപ്പോ പാരഗ്രാഫോ ഒക്കെ ആക്കിയിട്ട് മാറ്റാം. നമ്മൾ അങ്ങനെ നിർദ്ദേശമില്ലാത്തോടെ ചെയ്യാത്തത് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണത്. നമുക്ക് വേണമെങ്കിൽ റൈറ്റപ്പോ പാരഗ്രാഫോ ഒക്കെ ആയിട്ട് അത് എഴുതാം. റെഡി അല്ലേ? സംശയങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് കഴിഞ്ഞ കാലത്തുള്ള സംഭവങ്ങളാണ്. ഇത് അദ്ദേഹത്തിന്റെ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ആ കഥയിലുള്ള പ്രസന്റ് ഉദ്ദേശിച്ചത്, ഇപ്പോഴത്തതല്ല, നമുക്കറിയാം. അതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, shall we move on? Right. Second one. Do you think the title "The Best Investment I Ever Made" is appropriate to the story? Why? നല്ലൊരു ചോദ്യമാണ്. ഇതൊക്കെ നമുക്ക് അവസാനം ചെയ്യാൻ പറ്റുള്ളൂ, 2 ആക്ടിവിറ്റികളും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാട്ട് യു തിങ്ക് ഓഫ് ദാറ്റ് ടൈറ്റിൽ? whether it is suitable to the story. അത് ആപ്റ്റ് ആണോ? ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ആ തലക്കെട്ട് ഇതിന് യോജിച്ചതാണോ? ഉണ്ടെങ്കിൽ യെസ് ഓർ നോ നിങ്ങൾക്ക് ആദ്യം പറയാറ്. ഫസ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് പറയുകയാണെങ്കിൽ വൈ, നോ പറയുകയാണെങ്കിൽ വൈ. എന്തുകൊണ്ടാണ് നമ്മൾ എഴുതണം? സി, ലെറ്റ് us consider some hints. What does the word investment mean with a special reference to the story? ഇൻവെസ്റ്റ്മെന്റ് സാധാരണ ഇത്ര സെൻസിൽ എന്ത് നമുക്കറിയാം, നിക്ഷേപമാണ്. ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിനാൻഷ്യൽ ഗെയിന് വേണ്ടിയിട്ട് നമ്മൾ നിക്ഷേപിക്കുന്നതിനാണ് എന്ത് പറയുക, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. നമുക്കതറിയാം. ഇവിടെ അദ്ദേഹം നിക്ഷേപിച്ചത് എന്താണ്? വാട്ട് വാസ് ഹിസ് റിട്ടേൺ? റൈറ്റ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി അതർ മീനിങ്സ് ഓഫ് ദ വേർഡ് ഇൻവെസ്റ്റ്മെന്റ്? നമ്മൾ പറഞ്ഞു എന്താണ് ഇൻവെസ്റ്റ്മെന്റോട് ഉദ്ദേശിക്കുന്ന മറ്റർത്ഥങ്ങൾ എന്തൊക്കെയാണ്. സാമ്പിൾ എല്ലാം ഉണ്ടാവട്ടെ, അതൊന്നും വിശദീകരിച്ച് നേരം കളയുന്നില്ല. Why does the narrator describe his investment the best? നമ്മൾ നന്നായി ചർച്ച വിശദീകരിച്ച് ചെയ്തത് എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ബെസ്റ്റ് ആണെന്ന് പറയാൻ കാരണം ചർച്ചയിൽ വന്നാണ് ഓർമ്മ ഉണ്ടാവുന്നത്. ദാറ്റ് മെയ്ഡ് എ വിഷ്യസ് മാൻ ടു എ വെർച്വസ് മാൻ. റെഡിയല്ലേ? അതായത് വളരെ മോശം സാഹചര്യം, വളരെ വൾണറബിൾ ആയ, വളരെ
ഡെറിലിക്റ്റ് ആയ ഒരു അവസ്ഥയുണ്ടായിരുന്ന ഒരാൾ എന്ത് ചെയ്തു, വളരെ ഗ്രേറ്റ് ആയ സോഷ്യൽ വർക്കർ ആക്കിയിട്ട് മാറ്റി എന്നതാണ് ആ ടൈംലി ഹെൽപ്പ്. നമുക്കറിയാതെ ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടത് യഥാർത്ഥ ഗ്രൂപ്പിൽ ഇരുന്ന് ചർച്ച ചെയ്ത് അത് പ്രസന്റ് ചെയ്യാൻ വേണ്ട, അതൊന്നും ഇപ്പൊ നമുക്ക് നടക്കൂലല്ലോ. നിങ്ങൾ ഒറ്റയ്ക്ക് ആലോചിച്ചുകൊണ്ട് ചെയ്യുക, പോയതിന്റെ ഒക്കെ ഇത് പോയിന്റ് ആയിട്ട് എഴുതുക, എന്നിട്ട് അത് വിശദീകരിച്ച് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, യു ക്യാൻ സീ you can make it into a paragraph and you can compare that paragraph with the sample answer given. Ready dears? ആദ്യം എഴുതിയതിന് ശേഷം ചെയ്യാവോ, പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഴുതിയതിന് ശേഷം പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കാണണം. Here is a sample answer. You can see that the best investment I have made. ഒരു പാരഗ്രാഫ് ആകുമ്പോൾ ചെറിയ ഹെഡിങ് ഒക്കെ നല്ലതാണ്. പിന്നെ ആദ്യം നമ്മൾ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. പിന്നെ ആ ചോദിച്ച ചോദ്യങ്ങളുടെ ഒക്കെ ഏതാണ്ട് റെസ്പോൺസുകൾ തീരുന്നുണ്ട്, വ്യത്യസ്തമായ റെസ്പോൺസ് ഉണ്ട്, ശരിയല്ലേ. പിന്നെ അതിനൊക്കെ ഒന്ന് വിശദീകരിച്ചു, മൈനർ പോയിന്റുകളൊക്കെ പറഞ്ഞു, കൺക്ലൂഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഒന്ന് മനസ്സിൽ ഒന്ന് വായിച്ചു നോക്കും, ജസ്റ്റ് ഒന്ന്. വായിക്കണം, ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം. The title The Best Investment I Have Made is apt title to the story. The word investment gives different ideas to different people, though it literally means the act of putting money, time, efforts, etc. into something to make a profit or an advantage. Here in the story, Dr. Ajay Cronin used the word in a different sense. His investment molds a new man. Molds രൂപപ്പെടുത്തുന്നു എന്നാണ് നമുക്കറിയാം. He invested his money, time and efforts not for any worldly gain, material gain, ഭൗതികമായ നേട്ടത്തിനല്ല, നിങ്ങൾക്കറിയാതെ. He intended only to help a poor young man. His timely help changed Mr. John's life and he became later a great social worker. He now sees the world different, positive and confident view. He now sees the world in different, positive and confident view. Professionally, Mr. John is a solicitor, but as the director of charitable institutions, his life is devoted to the welfare of the boys and girls from the slums who had fallen under the ban of law. He and his wife had been active for the past 15 years in the field of youth welfare. They took derelict adolescents from the juvenile courts and placing them in a healthy environment, healed them in mind and body and sent them back into the world. Thus, his investment turned out to be the best investment he ever made in his life by bringing good results both to the young man and to the society. So we can say for certain that the title The Best Investment I Ever Made is very apt and appropriate to the theme of the story. Okay dears, മൂന്ന് മനസ്സിൽ വായിച്ച് മനസ്സിലാണ്ടോ നോക്ക്. ഓക്കെ ഡിയേഴ്സ്, ക്ലിയർ ആണെന്ന് തോന്നുന്നില്ല? ക്ലിയർ അല്ലേ? ഇവിടെ വിട്ടുപോകായിരുന്നു, നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. He now sees the world with different positive and confidence view. അല്ലെ ഇന്ന ഡിഫറെന്റ് പോസിറ്റീവ് കുഴപ്പമില്ല, ഇവിടെ വിത്ത് എന്നല്ല, കുറച്ച് ഇങ്ങനെ എഴുതിയാൽ മതി, വിത്ത് വെച്ചിട്ട് എഴുതിയാൽ മതി. വിത്ത് ഡിഫറെന്റ് പോസിറ്റീവ് ആൻഡ് കോൺഫിഡന്റ് വ്യൂ. ക്ലിയർ ആണല്ലോ? എഴുതിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഓക്കെ, ഇത് നമുക്ക് റൈറ്റപ്പ് ആയിട്ട് പരീക്ഷയ്ക്ക് വരെ 7 മാർക്കിന് പക്കാതെ ഒന്നും കൂടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിശദീകരിച്ചിട്ട് എഴുതിയാൽ മതി. കുഴപ്പമുണ്ടാവില്ലല്ലോ, ശ്രദ്ധിച്ചില്ല. ഓക്കെ ഡിയേഴ്സ്, നൗ let us move on to next one. It has been discussed in a lesson. നമുക്ക് ഓർമ്മയുള്ള ഒരു ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തതാണ്, കൂടുതൽ വിശദീകരിക്കില്ല, നിങ്ങൾക്ക് അറിയാതെ. ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ അതിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നേരിട്ട് വായിച്ചു നോക്കാം, നമ്മുടെ പാഠത്തിലുള്ളതാണ്, നമുക്ക് അറിയാതെ. Now what you have to do is you have to describe the persons shown in the pictures. You know, there's a man. Who is that? Fagin of Oliver Twist.
എ ഫിക്ഷണൽ ക്യാരക്ടർ. ഒരു ട്വിസ്റ്റ് നല്ല രസകരമായ ഒരു കഥയാണ്. ഒരു രസകരമായെന്ന് പറഞ്ഞാൽ നല്ലൊരു എൻഡിങ് ഉള്ള കഥയാണ്. അറിയായിരിക്കും, അത് ഒരു ഓർഫനായ ഒരു കുട്ടിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ ഈ ഫേജ് എന്ന് പറയുന്നത് ആ കഥയിലുള്ള പിക്ക് പോക്കറ്റിംഗ് പഠിക്കുന്ന ഒരു സ്കൂളിന്റെ ആളാണ് ഫേജിന്. അദ്ദേഹത്തിന്റെ രൂപഭാവങ്ങൾ കണ്ട ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് നമുക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കട്ടെ. ഹീസ് എ വെരി ഓൾഡ് shriveled man whose villainous looking and repulsive face was obscured by a quantity of matted red hair. നമ്മൾ ചർച്ച ചെയ്താണ്, കൂടുതൽ വിശദീകരണം നിങ്ങൾക്ക് അറിയാം. ചുക്കിച്ചുരുന്ന അദ്ദേഹത്തിന്റെ ബീഭത്സമായ ഒരു മുഖമാണുള്ളത്. അതുപോലെ തന്നെ അതെന്ത് ചെയ്തിട്ടുണ്ട്, ആ ജട പിടിച്ച മുടിയാൽ അത് മങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അർത്ഥം വിശദമായി ചർച്ച ചെയ്തതാണ്. രണ്ടാമത്തെ ആൾ നോക്കുക ആരാണ്, നിങ്ങൾക്കറിയാം, JK റൗളിംഗ് ആണ്. ഹാരി പോട്ടർ സീരീസ് എഴുതിയതിന്റെ ഓതർ നമുക്കറിയാം. അവരെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്. ഞാൻ വിശദീകരിച്ചെന്ന ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. നമുക്കറിയാലോ. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു സുഹൃത്തിന് എന്ത് ചെയ്യും, നിങ്ങൾ ഇതേപോലെ ഡിസ്ക്രൈബ് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ചെയ്ത ഒരു സാമ്പിൾ ഇവിടെ ഉണ്ട്, ഇതേപോലെ നിങ്ങൾ ചെയ്യണം. റെഡി അല്ലേ? വായിക്കേണ്ടല്ലോ, വളരെ ക്ലിയർ ആണല്ലോ. റൈറ്റ്, യെസ്. നൗ ഇത് സഹായകമായ ചില കാര്യങ്ങളാണ്. അത് വയസ്സ് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണിത്, അപ്പിയറൻസ് പറയാൻ ഉപയോഗിക്കാവുന്നതാണ്, പേഴ്സണാലിറ്റി, കംപ്ലക്ഷൻ തൊലിന്റെ നിറം പറയാൻ ഉപയോഗിക്കുന്നതാണ്, ഫേസ് എങ്ങനെയാണ്, നോസ് എങ്ങനെയാണ്, ഐസ് എങ്ങനെയാണ്, ഹെയർ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. റെഡി അല്ലേ? കുറച്ചൊക്കെ പഠിച്ചു വെക്കണം, നല്ലതാണ്, എല്ലാ കാലത്തും ഉപകാരപ്പെടും. റൈറ്റ്, യെസ്. നൗ ആക്ടിവിറ്റി 4. From a state of loss and despair, John came to a life of success and joy. നമുക്കറിയുന്നതാണ്. He intervened wholeheartedly to bring about a change in the miserable life of many young people. അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അതേപോലെ അദ്ദേഹത്തിന്റെ പരിസ്ഥിതിയിൽ അതിനേക്കാൾ ബുദ്ധിമുട്ടായ പരിസ്ഥിതിയിലുള്ള ബേനഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട ആളുകളാണ്. അവരെ രക്ഷപ്പെടുത്തുന്നതിൽ അദ്ദേഹം ഇടപെടാൻ തുടങ്ങി. നമുക്കറിയാം അത്. What helped him do so? What lesson do we learn from eventful life of John? എന്താ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുക? എന്താണ് ഈ കഥയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താണ് ഏറ്റവും പ്രധാനം എന്നാണ് നമുക്കറിയാം. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് പറഞ്ഞാണ് നമുക്കറിയാം അത്. അപ്പൊ ഈ ഒരു വിഷയത്തെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം, ഒരു സ്പീച്ച് ഉണ്ടാക്കണം. മക്കൾ എഴുതി നോക്കണം. സ്പീച്ചിന്റെ രൂപമൊക്കെ നമുക്കറിയാം, അതൊക്കെ വിശദമായിട്ട് ഓരോ ഡിസ്കോഴ്സ് നമ്മൾ പിന്നെ ചർച്ച ചെയ്യും. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം അത്. ഫസ്റ്റ് ദർ ഷുഡ് ബി എ സാല്യൂട്ടേഷൻ ഉണ്ടാവണം, നമുക്കറിയാം. ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാവണം, പ്രസന്റേഷൻ ഓഫ് ദ ടോപ്പിക് ഉണ്ടാവണം, അതൊന്ന് ഇലാബറേറ്റ് ചെയ്യണം. ഇലാബറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് പ്രസംഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് റെട്ടറിക് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അതേപോലെ ആസ് യു നോ അല്ലെങ്കിൽ ടാഗ് ഒക്കെ പറ്റുന്നിടത്ത് എല്ലാവർക്കും ബോറാവാത്ത രീതിയിൽ ആ ഓഡിയൻസിനെ ഉണർത്താത്ത കാര്യങ്ങൾ അതിലുണ്ടാവാം. എന്നിട്ട് അതിലെ ഓരോ നമ്മൾ 3-4 പോയിന്റുകളാണ് ഇലാബറേറ്റ് ചെയ്യുക, നമുക്കറിയാം അത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സോർട്ടേഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന് ആളുകളെ ആഹ്വാനം ചെയ്യുന്ന, നല്ല അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവണം. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവേണ്ടത് നമുക്കറിയാം കൺക്ലൂഷനാണ് ഉണ്ടാവേണ്ടത്. ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ 1-2 കണ്ടിട്ടുണ്ട്, നമ്മൾ ചില ക്ലാസ്സുകളായിട്ട് നമ്മൾ പിന്നെ സാമ്പിൾസ് കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് എഴുതി നോക്കുക. ഇതിന് ശേഷം യു ക്യാൻ കമ്പയർ യുവർ ആൻസേഴ്സ് വിത്ത് ദിസ് സാമ്പിൾ. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ? Respected principal, teachers and my dear friends, warm good morning. I am very happy to be here to speak a few words about the topic self-help is the best help. What is self-help? Self-help means that we should do our part without always waiting for the help of others in everything. It does not mean that we should not cooperate with others or seek advice or help with others. It simply means that we need not rely on others to do things that we can do on our own. All of us have read the story of Dr. A.J. Cronin, the best investment I have made. What we have learned from it? What have we learned from it? We have learned about the transformation happened in the life of Mr. John. Instead of doing his part honestly and working hard to solve his problems, Mr. John had sought evil ways to find money and led a loose life. He
He borrowed money, gambled, and even stole some amount from his workplace. He lost everything and finally tried to commit suicide. Dr. A.J. Cronin, the surgeon, the landlady did their part well and saved Mr. John. They timely helped transform Mr. John to a great social worker. He determined to make a fresh start and pledged the rest of his life for the care of boys and girls from the city slums. മക്കളൊന്നുകൂടി വായിച്ചു നോക്ക്. ഓക്കെ ഡിയസ്, മനസ്സിലായിട്ടുണ്ടാവല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്ന് എഴുതിയെടുക്കുന്നത് നന്നാവും. അത് നിങ്ങൾ എഴുതിയതായി ചിലപ്പം കൂടുതൽ നല്ലതായിരിക്കും, എന്നാൽ ഒരു മോഡൽ നല്ലതാണ്. റെഡിൽ മോഡൽ സാമ്പിൾ നല്ലതാണ്. ഓക്കെ ഡിയസ്, ഒന്ന് എഴുതിയെടുക്കുന്നത് നന്നാവും. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുത്താൽ മതി. നൗ it continues. This shows the importance of self-help or doing our part well without waiting for others. As students, we should practice this quality from our school days. We need not always wait for our parents to do things for us. Whenever and wherever possible, we should do simple things for us. There are students who do part-time jobs to meet the expenses of their education without depending on parents for all their needs. I'd like to conclude my speech here once again reminding you of the importance of the self-help. The exhortation to the Karyana. We should remember that God helps those who help themselves. Thank you all. Have a nice day. Clear ആണല്ലോ മക്കളെ? ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എഴുതിക്കോളും. റെഡി അല്ലേ? Now yes, next one. The story is told from the point of view of the narrator. This is called the first person point of view. നറേറ്റീവിൻ്റെ ഒരു ഭാഗം നമുക്കറിയാം, പോയിന്റ് ഓഫ് വ്യൂ നമുക്കറിയുന്നതാണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പീക്കറെ കാണിക്കുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ, ഹിയറെ കാണിക്കുന്നതാണ് സെക്കൻഡ് പേഴ്സൺ. അവ രണ്ടും അല്ലാത്ത ആളുകളാണ് തേർഡ് പേഴ്സൺ. സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ എന്നായിരിക്കും ഒരാളാണെങ്കിൽ പറയാൻ നമുക്കറിയാം, കൂടുതലാളുണ്ടെങ്കിൽ വി ആ പറയാന്ന് പറയാം. കഥ പറയുമ്പോൾ ഒരാൾ ഐ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം പറയുന്നത് ഐ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കഥ പറയുന്നത്. നമുക്കറിയാതെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആ പെർസ്പെക്റ്റീവ്, അതായത് പോയിന്റ് ഓഫ് വ്യൂ മാറ്റിയിട്ട് യു ഹാവ് ടു change this narrative, change the perspective of the narrative to the third person. Now the perspective is first person. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ. അത് ആ ഒരു ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, തേർഡ് പേഴ്സൺ ആക്കിയിട്ട് മാറ്റും. അപ്പൊ ഹീ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാര്യങ്ങൾ പറയാം. സിമ്പിൾ ആണ്, കഥ നിങ്ങൾക്ക് അറിയാം, അതിങ്ങനെ മാറ്റി എഴുതിയാൽ മതി. അതിന്റെ ഒരു ബിഗിനിങ് ഈസ് ദർ. നോക്ക്, it was the second day of the narrator's voyage. Suddenly he became aware that one of the passengers was watching him closely. നമുക്കറിയാത്. എന്നിട്ട് അത് എഴുതിയതിനു ശേഷം നമ്മൾ ഈ കഥ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയൊക്കെ വേണ്ടത്. സ്കൂൾ തുറന്നിട്ട് നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ടോൺ വേരിയേഷൻ ഒക്കെ ഉണ്ടാവാം. ചില ചെറിയ ഡയലോഗ് പീസുകളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് ടോൺ വേരിയേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ വെയിറ്റ് കൊടുക്കാം നമ്മൾ കഥ പറയുമ്പോൾ. റെഡി അല്ലേ? ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടായതിനു ശേഷം ഈ സാമ്പിൾ കാണണം. ഒരു ഹെഡിങ് നല്ലതാണ്. ഇത് നേരെ തുടങ്ങി നമ്മൾ അതിലുള്ള അതേമാതിരി തുടങ്ങിയത് കണ്ടിട്ടുണ്ടാവും. As he was not interested to make an importunate shipboard contact, he gave no sign of having noticed the man. The man was in his early 40s. ആളെ കുറിച്ച് ചെറിയ വിവരണങ്ങളൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. With a fair complexion and clear blue eyes, he appeared to be affected by a troubled and touching diffidence to approach the narrator. Clear ആണല്ലോ? On the following forenoon, he again observed the man earnestly watching him. This time his wife was also there with him. From the schema, Dr. Cronin realized that there were Mr. and Mrs. John S. from a small suburb of London. ഇപ്പോൾ ചുരുക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു. On the final evening of their voyage, urged by his wife, Mr. John approached Dr. Cronin with utmost timidity. He introduced himself by offering his visiting card to Dr. Cronin. He said that he and his wife had been active in the field of youth welfare for the past 15 years. They took derelict adolescents
from the juvenile court, healed them in mind and body, trained them in a handicraft, and made them worthy members of the community. Just ഒന്ന് വായിച്ചു നോക്കി നിങ്ങളൊന്ന്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവില്ല. കഥന്റെ ചുരുക്കം നമ്മൾ എഴുതിയിട്ടുണ്ടല്ല ക്ലാസ്സിൽ, അതാ മെയിൻ ഐഡിയാസ് ഒക്കെ വെച്ച് എഴുതിയൊന്ന് ഇലാബറേറ്റ് ചെയ്ത് അതേപോലെ വരും കേട്ടോ, അറിയാലോ. Okay, now we can move on. Still Dr. Cronin could not recognize Mr. John. പരീക്ഷയ്ക്ക് വരികയാണ് 7 മാർക്കിന് ചോദ്യം അത് കേട്ടോ. Then bending near, he spoke tensely a few words in Dr. Cronin's ear. That then the veils parted. Then the veils parted. He could remember the incident that had happened a quarter of a century ago. When he was practicing in a working class district of London, one night a surgeon took him to attend a suicide case in a lodging nearby. In the attic of the building, they found a young man lying apparently lifeless. After long hours of strenuous effort, the trio, Dr. Cronin, the surgeon, and landlady managed to bring him back to life. As he regained his strength, he told his story. He was an orphan and his uncle had found him a job in the town. Soon he had fallen victim to bad companions and started running after pleasures of life beyond his means. To get more money, he started gambling and even stole some amount from his office staff. Having lost everything, sick at heart and sunk in despair, he tried to commit suicide. Hearing his pathetic story, they decided to help him. The surgeon, risking his job, resolved not to report upon the case. The landlady offered a month's free boarding, and Dr. Cronin gave him £7 and 10 shillings to put back in the office safe. Thus, their timely help changed the young man's life, and later he became a great social worker. Dr. A.J. Cronin firmly believed that his investment of a meager amount finally turned out to be the best of all investment, though it did not bring him any worldly gain. മക്കളെ വളരെ സിമ്പിൾ ആണ്, ഒന്ന് വായിച്ചു നോക്കണേ. റൈറ്റ്, ഓക്കെ ഡിയേഴ്സ്, കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നൗ ആക്ടിവിറ്റി 6, ഗോ ത്രൂ ദ ഫോളോയിങ് ഡയറി എൻട്രി. ഇപ്പോൾ ഡയറി എൻട്രി നന്നായിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഞാൻ നേരം കളയുന്നില്ല. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താ, ഇൻ വിച്ച് പീരീഡ് ഓഫ് ഹിസ് ലൈഫ് ഡു യു തിങ്ക് മിസ്റ്റർ ജോൺ റോട്ട് ദിസ് ഡയറി എൻട്രി? ഏത് കാലത്താണ് ജോൺ ഇത് എഴുതിയത് എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റും, നന്നായിട്ട് വായിച്ചാൽ നമുക്കത് കിട്ടും. ഇൻ ദാറ്റ് മൊമെന്റ് ഓഫ് ഡിസ്പെയർ ട്രൈ ടു എംബ്രേസ് ഡെത്ത്. ഹോപ്പ് came in the form of the surgeon and the doctor. They saved my life. അതിന് മതി, അവിടെ തന്നെ നമുക്ക് കിട്ടും. ഡയറി നമുക്കറിയാം, അതിന് തുടക്കം കഴിഞ്ഞാൽ പിന്നെ പ്രധാന ഇവന്റാ പറയാൻ നമുക്കറിയാം. ഇത് എപ്പോഴായിരിക്കും അവര് എഴുതിയിട്ടുണ്ടാവുക? ആ സൂയിസൈഡ് കേസിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ച, അദ്ദേഹത്തെ മറ്റുള്ളൊരു 3 ആൾ രക്ഷിച്ച അന്നായിരിക്കണം എഴുതിയിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയാം? Imagine that Mr. John, after meeting the narrator for the second time by his diary, what be the possible diary? നല്ല രീതിയാട്ടോ. അതിന് നമുക്കൊരു സാമ്പിൾ തന്നിട്ടുണ്ട്, അതിന്റെ കോണ്ടക്സ്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി വേറെ കോണ്ടക്സ്റ്റ് തന്നു, നിങ്ങളോട് പറഞ്ഞുള്ള അതേപോലെ ഡയറി എഴുതാനാണ്. എഴുതി നോക്കണം, വിശദീകരിക്കേണ്ട ആവശ്യം. നമ്മൾ കുറെ ക്ലാസ് പറഞ്ഞതാണ്. പിന്നെ ആ തലത്തിൽ നമ്മൾ പരീക്ഷാ തലത്തിൽ നമ്മൾ പിന്നത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. അപ്പൊ തൽക്കാലം നമ്മളിത് കേട്ടിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. സിമ്പിൾ ആണ്, ക്ലിയർ അല്ലേ? എഴുതി നോക്കണം. ഇതിന് ശേഷം യു ക്യാൻ സി ദ സാമ്പിൾ ഡയറി. റെഡി അല്ലേ? ഡേറ്റ് ഉണ്ട്, ഡേ ഉണ്ട്, ടൈം ഉണ്ട്, നല്ലൊരു തുടക്കമുണ്ട്. വാട്ട് എ മെമ്മറബിൾ ഡേ, I can never forget today. It was by sheer luck I met that doctor today. Thank God. Oh, I was on the verge of death. ഇപ്പൊ ഈ സമയത്ത് അദ്ദേഹം ആലോചിക്കാണ്, അന്നത്തെ കാര്യം ആലോചിക്കാണ്. അദ്ദേഹത്തിനുള്ള ഒരു പിന്നെ സ്നേഹവാദരവ് കാണിക്കാൻ വേണ്ടിയായിരിക്കണം എഴുതുന്നുണ്ടാവുക. ഇറ്റ് വാസ് ദിസ് മാൻ ഹു ഗേവ് മീ ദിസ് ലൈഫ് 25 years back. അദ്ദേഹത്തിന്റെ ഈ ജീവിതം കൊടുത്തത് ആരാണ്? ഈ വ്യക്തിയാണ്, നമുക്കറിയാത്.
At the very first glance I recognized him, but he couldn't. That might be what prevented me from approaching him first. My wife helped me. I revealed my identity in front of him. When I told Dr. Ajay Cronin about my charity work, he showed interest, but he couldn't still recognize me. Then I whispered in his ears about the foolish attempt of suicide that I had committed 25 years before. He remembered everything. He was spellbound. His £7 10 shillings made me a new man. He was the one who wished the most to see me successful in life. Certainly he is very happy to see my works. If could attain anything in my I could attain anything in my life, it is because of that great man. Now putting an end to my 25 years search, God brought him in front of me again. Oh God, you are great. This is the happiest day in my life. Oh Lord, bless him. അവസാനം എഴുതിയാളെ പേര് എഴുതി. ഒന്ന് വായിച്ചു നോക്ക്. വളരെ എളുപ്പമാണ്, മനസ്സിലായിട്ടുണ്ടാവും. ഒരു സാമ്പിൾ നിങ്ങൾക്കൊന്ന് എഴുതിയെടുക്കുന്നത് നല്ലതാണ്. എഴുതിയെടുക്കണം. റൈറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ്. ഈ ഒരു ആക്ടിവിറ്റി യഥാർത്ഥത്തിൽ നമ്മൾ ക്ലാസ്സിൽ സീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ്സിലെ സമയത്ത് ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റികളാണ്. ഇപ്പം നമ്മളത് ഓരോന്ന് ചെയ്യുമ്പോൾ ഒരുപാട് നീണ്ടുപോകും. ഇപ്പം തന്നെ നമുക്ക് നീണ്ടുപോകും. ഒരുപാട് നീണ്ടുപോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഓരോ സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ചെയ്യാം. ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ല. അതായത് നമ്മൾ സ്കൂളിലൊക്കെ ഉള്ള വലിയൊരു പ്രശ്നമാണ് ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോളിസും ഒക്കെ. സ്കൂൾ മാത്രം സമൂഹത്തിൽ നിന്ന് പൊതുവെയുള്ള സംഗതിയാണ്. പല സ്കൂളുകളിലും നമുക്കറിയാം, പാൻപരാഗ് പോലെ അല്ലെങ്കിൽ ആ ഹാൻഡ്സ് പോലെ പല കാര്യങ്ങളും, ഗഞ്ച പോലത്തെ പല കാര്യങ്ങളും നമുക്കുള്ളതൊക്കെ അറിയാം. അപ്പം ആ കുട്ടികളൊക്കെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നടത്താവുന്ന പ്രവർത്തനങ്ങൾ അവിടെ കൊടുത്ത് സെമിനാർ ആണെന്ന്, പോസ്റ്ററോ കൊളാഷോ ആവാം, കൾച്ചറൽ ഈവൻസ്, സ്കിറ്റ്, സ്ട്രീറ്റ് പ്ലേസ് അതാവാം, സ്ക്രീനിങ് ഫിലിംസോ ഷോർട്ട് വീഡിയോസ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഒന്ന് എടുത്തിട്ട് തയ്യാറാക്കാനാണ്. അപ്പം ഇതിൽ ചെയ്യാം. നമുക്ക് അവിടെ എളുപ്പ പോസ്റ്റർ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. അതിൻ്റെ രൂപം നമുക്ക് അറിയണതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വിശദമായിട്ട് പറയുന്ന ആദ്യം നിങ്ങൾ കാര്യങ്ങൾ ഒരു പിക്ചർ ആവാമാണെങ്കിൽ കൂട്ടത്തിൽ 2-3 സ്ലോഗൻസ് ഉണ്ടാവാം. സ്ട്രൈക്കിങ് ഒരു മോട്ടോ ഒരു കാര്യമെല്ലാം എഴുതാം. അതേപോലെ സെമിനാറൊക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആദ്യം അത് പ്ലാൻ ചെയ്യണം. സെമിനാർ പേപ്പർ പ്രസന്റ് ചെയ്യണം, തയ്യാറാക്കണം, പ്രിപ്പയർ ചെയ്യണം. ആരൊക്കെയാണ് പ്രസന്റേഴ്സ് തീരുമാനിക്കണം, ഡേറ്റ് ഒക്കെ കണ്ട് കൃത്യമായിട്ട് അതിനൊരു ഓർഡർ ഉണ്ട്. ഒരു പ്ലാനിങ്ങിന് ഒരു ഓർഡർ ഒക്കെ നമുക്കറിയാം. സെമിനാർ പേപ്പറിനൊക്കെ കൃത്യ രൂപമുണ്ട്. നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. സ്കിറ്റും ചെറുതായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. സ്ട്രീറ്റ് പ്ലേ ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഇത് നമ്മൾ ചെറിയ രൂപത്തിൽ 2ാമത്തെ പാഠത്തിൽ നമ്മൾ നോക്കിയതാണ്. ചെറിയ പിന്നെ ഫിലിം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ എങ്ങനെയാണ്, വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കാന്ന് ചെറിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്യാം. പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടതെല്ലാം നമുക്കറിയാം. അതുകൊണ്ടാണ് ഓരോരുത്തരൊന്നും എടുത്ത് പറയാത്തത്. പക്ഷെ നമ്മൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമുള്ളതുമാണ്. ഇംഗ്ലീഷിന് വളരെ നല്ലതാണ്. അപ്പം അതുകൊണ്ട് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ട്രീറ്റ് ചെയ്യാം. Okay dears, now hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.